ഹായ്. അപ്പം ഞാൻ ഇന്ന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിലെ എൻ്റെ ജേണിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഞാൻ എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇത്രയും കാലം എനിക്കുണ്ടായ നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ, മുഴുവൻ കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ ഫുഡിലായിരുന്നു. അപ്പോൾ ഫുഡിലാണ് ഒരു കൊല്ലത്തോളം ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിലൊക്കെ ആദ്യമൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ശരിക്കും വെയിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഏരിയയിൽ വരുമ്പോൾ തന്നെ ഏകദേശം ഫുഡിലോട്ട് ഓടാൻ നോക്കുക. അപ്പോൾ ഫുഡിൻ്റെ ഓർഡർ കുറയും ഇങ്ങനെ ഇൻസ്റ്റാമാർട്ടിൽ വരുമ്പോൾ. പിന്നെ ഇൻസ്റ്റാമാർട്ട് എടുത്തപ്പോൾ പിന്നെ ഇൻസ്റ്റാമാർട്ട് കൊള്ളാം, അതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് 3-4 കിലോമീറ്റർ റേഡിയസിലൊക്കെയാണ് ഓർഡേഴ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ മറ്റേതാകുമ്പോൾ ഭയങ്കര ലോങ് പോകണം. നമ്മൾ 15-16 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ ഫുഡിനൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല ഇതാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ജൂലൈ 2023 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഓർഡറിൽ ടിപ്പായിരുന്നു 100 രൂപയോളം ടിപ്പ് കിട്ടി. ഈ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് തൊട്ടടുത്ത് തന്നെയായിരുന്നു, കോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഓർഡർ. ഒരു 1.5 കിലോമീറ്ററിനകത്തായിരുന്നു ആ വീട്. അപ്പോൾ പോയപ്പോൾ തന്നെ അവർ 100 രൂപ ടിപ്പ് തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയും ചെയ്തു, ഇതെന്താണ് ഇത് ഫ്ലോട്ടിംഗ് ക്യാഷ് വല്ലതാണോ നോക്കിയപ്പോൾ അല്ല, 100 രൂപ ടിപ്പാണ് കിട്ടിയത്. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ഓർഡർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അന്ന് അത്യാവശ്യം നല്ല ഒരു 1000 രൂപയോളം അന്ന് ഏൺ ചെയ്യാൻ പറ്റി. അങ്ങനെ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് ഈ ഡെലിവറി ജോബിൽ വന്നതെന്ന് കഴിഞ്ഞാൽ ആദ്യം ഓട്ടോമൊബൈൽ ഫീൽഡും വേറെ ഫീൽഡിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോസായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലോഗിൻ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ലോഗ് ഔട്ട് ചെയ്യാം. നമുക്ക് ഇൻസെൻറ്റീവ് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇത്ര ടൈമിൽ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ഡെലിവറി ജോബിലോട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ ഫുഡിൽ നമുക്ക് ഏകദേശം നമ്മൾ ഒരു 1000 രൂപയോളം ചെയ്യുമായിരുന്നു. ഫുഡിലാകുമ്പോൾ 9 മണിക്കൂർ വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ലോങ് അടിക്കും. മറ്റേ ഇൻസ്റ്റാമാർട്ടാകുമ്പോൾ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. നമുക്ക് ഒരു 3-4 കിലോമീറ്റർ റേഡിയസിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണമാണ് ഇൻസ്റ്റാമാർട്ട് ചൂസ് ചെയ്ത മെയിൻ കാരണം. അപ്പോൾ ഇതിൽ എത്ര രൂപ കിട്ടും അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ വന്ന് അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ ക്രമേണ കുറച്ച് ഓർഡർ കുറയാൻ തുടങ്ങി. ആൾക്കാർ കൂടുന്നതോറും ഓർഡേഴ്സ് ഭയങ്കര കുറയാൻ. അപ്പോൾ ഇവർ ഈ പുതിയ പോഡുകൾ വരുമ്പോൾ കുറേ ഓർഡർ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അത് കാരണം അവർ 5-5 കിലോമീറ്ററിന് ഓരോ പോഡുകൾ തുറക്കാൻ തുടങ്ങി. അപ്പോൾ വേറെ ഓർഡറുകൾ പോകുമ്പോൾ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡിലേ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ നിന്ന് ഓർഡർ അടിച്ച ടൈമുകളുണ്ട് പണ്ടൊക്കെ. അപ്പോൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡിലേ ആവും. പക്ഷേ നമ്മൾ ലേറ്റ് നൈറ്റൊക്കെ ഇപ്പോൾ വൈകിട്ട് വരെയൊക്കെ നിന്നിട്ടാണ് നമ്മൾ ഇൻസെൻറ്റീവ് ഒക്കെ അടിച്ചുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ. പിന്നെ ക്രമേണ ഇത് മാറി ഇപ്പോൾ പിന്നെ ഒരു 3 മണിക്കൊക്കെ നമ്മൾ ആ ഷിഫ്റ്റിനുള്ളിൽ നമുക്ക് ഇൻസെൻറ്റീവ് എടുക്കാനുള്ള ഒരു ലെവലിൽ വന്നു. ആദ്യമൊക്കെ നമ്മൾ പ്രോബ്ലം വെച്ച് പോവും, നമുക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ പുതിയ വീട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. മാപ്പ് കാണാതെയും നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചാൽ കിടന്ന് കറങ്ങേണ്ടി വരും. ആ കോൾ ചെയ്താലും അവർ ഇവിടെയാണ് അവിടെയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പുറത്തു ഇറങ്ങത്തില്ല. അവർ ഭയങ്കര ഇതായിരിക്കും. പിന്നെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് പോകേണ്ടി വരും. മറ്റേ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. എവിടെ സ്ഥലം കിട്ടുന്ന റോട്ടിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കേണ്ടി വരും. ഫുഡിലൊക്കെ ആകുമ്പോൾ ഹോട്ടലിൽ പോയാലും അങ്ങനെ ചില സമയത്ത് ഭയങ്കര ഡിലേ ആവും. ചില സമയത്തൊക്കെ സൺഡേ ഒക്കെ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ നിന്ന് നമ്മൾ ചിലപ്പോൾ ഓർഡർ എത്തിക്കേണ്ടി വരും. കിട്ടുന്ന പൈസയും തുച്ഛമായിട്ടുള്ള പൈസ ആയിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് ഡിലേ ആകാൻ തുടങ്ങി. ഇവിടെ ആകുമ്പോൾ പിന്നെ അത്ര ഡിലേ വരില്ല. നമ്മളെ കോളിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അത്ര ഡിലേ നമുക്ക് സാധനം കിട്ടും. ഇനി ഇതിൽ പോയപ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടർ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 20 ഓർഡറാണ് ഡെലിവറി ആണെങ്കിൽ 20 ആൾക്കാരായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ക്യാരക്ടറായിരിക്കും കസ്റ്റമർ. ചിലർ പാവമായിരിക്കും, ചിലർ ഭയങ്കര റൂഡായിട്ട് പെരുമാറും. അങ്ങനെയൊക്കെ ഓരോ ഇതാണ്. ചിലർ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് നമുക്ക് കൊണ്ടുകൊടുക്കണം. ചിലപ്പോൾ 2 കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് തുറന്ന് അവർ പറയുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുകൊടുക്കേണ്ടത്. ഈ ഇടയ്ക്ക് 1-2 സിറ്റുവേഷൻ അവർ പോയി കഴിഞ്ഞാൽ അവർ തുറക്കത്തില്ല. അവർ ആ സിറ്റ് ഔട്ടിലേ നിൽക്കുകയുള്ളൂ. നമ്മൾ തുറന്ന് അകത്തോട് പോകണം. ആളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ശരി കോൾ എടുത്തു. ആള് വരാമെന്ന് പറഞ്ഞു. ആ പയ്യൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് വെയിലാണെങ്കിൽ മുടിഞ്ഞവി, പിന്നെ വിശന്നിട്ടാണെങ്കിൽ വയ്യ. എന്തായാലും നമ്മളവിടെ പോയി നിന്ന് 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൂളായിട്ട് ഇറങ്ങി വരുന്ന എന്താ പറയണ്ടേ ഇവനെ, എന്താണ് പറയണ്ടേ ഇവരെയൊക്കെ. കൂളായിട്ട് വന്നു. അതും ഇറങ്ങി വന്ന് വാങ്ങാൻ വയ്യ. അപ്പോഴും സിറ്റോട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് കയറി കൊടുത്താലും മാത്രമേ കൈ ഇങ്ങനെ നീട്ടി ഇങ്ങനെ വാങ്ങും. അത്രയ്ക്ക് മടി. ചിലർ വീട്ടിലുണ്ട്, ചിലരെ സർവന്റിനെ ഭയങ്കര ഒരുമാതിരി അടിമയായിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. അതുപോലെയാണ് ഇവന്മാർക്ക്, ആണായാലും പെണ്ണായാലും. അറിയോ, അവർക്കറിയാം. നമ്മൾ കോൾ ചെയ്യുമ്പോൾ അവർ ദാ പറഞ്ഞെന്ന് പറയും. അവർ കുറേ നേരം അവിടെ ഇരുന്ന് മനഃപൂർവ്വം വരാത്തതാണ്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. മനഃപൂർവ്വം വരാത്തതാണ്. അവിടെ അപ്സ്റ്റെയറും ഉണ്ട് ഡൗണും ഉണ്ട്. അപ്പോൾ ഇത് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ വെയിറ്റ് ചെയ്തത്. ചിലപ്പോൾ സാധനം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമർ വിളിക്കും സാധനം കിട്ടിയില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ അത് കാരണമാണ് വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് വന്നേനെ. പക്ഷേ നമുക്ക് അറിയത്തില്ലല്ലോ ഇത് ഏതാണ്, മേളിലാണോ താഴെയാണോ. നമുക്കിപ്പോൾ മെല്ലെ വരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇവരെ? അപ്പോൾ നമുക്ക് മനസ്സിൽ ഇവരൊക്കെ എന്തെങ്കിലും പറയാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ നമ്മളെ ജോലി ഇതായി. അപ്പോൾ അത് കാരണം ഭയങ്കരമായിട്ടുള്ള പേഷ്യൻസ് വേണം. ഈ ജോലിയിൽ പോയിട്ട് കുറേ അങ്ങനെ പഠിച്ചു. പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം വേണം. പിന്നെ ഒരു ടൈം മാനേജ്മെൻറ്റ് വേണം. നമ്മൾ ഇത്ര ടൈമിനുള്ളിൽ എത്തിക്കണം, ഇത്ര സേഫായിട്ട് എത്തിക്കണം. അങ്ങനെ ഒരു ഇതായി.
പിന്നെ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത്. ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴാണ് ഇവർ ഈ ഇറങ്ങി വരാതെ അവിടെ നിന്നുകൊണ്ട് ഡിമാൻഡ് ഇടുന്നത്. അവർക്ക് എന്തോ നമ്മളെന്തോ ഒരു അടിമയെ പോലെ അവർ വിചാരിക്കുന്ന പൈസ ഇരയില്ലേ, അപ്പോൾ ഇവൻ കൊണ്ടുവരും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് പലർക്കും. ഇവിടെ നോക്കിയിട്ട് നമ്മൾ ഈ ജോലിക്ക് പോയ ശേഷം നമുക്ക് മനസ്സിലായി മിക്ക ആൾക്കാരും മനുഷ്യത്വം എന്നുള്ള സാധനമില്ല. ചില ആൾക്കാർ ഓടി വന്ന് വാങ്ങും, ടിപ്പ് ഇടുന്ന ആൾക്കാർ തന്നെ ഓടി വന്ന് വാങ്ങും. അപ്പോൾ ചിലർ ഓടി വരുമ്പോൾ തന്നെ ഞാൻ പറയും ഈ ഓടി വരണ്ട, മെല്ലെ വന്നാൽ മതി എന്ന് വെച്ചാൽ അവർ വല്ലതും വന്ന് വീഴാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ പേരുണ്ട്. നല്ല നല്ല ആൾക്കാരുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, ഇല്ലാന്ന് പറയാനില്ല. നമ്മൾ ചിലർ റോട്ടിൽ ഇറങ്ങി വന്ന് കാത്തിരിക്കുക. നമ്മൾ ഈ മാപ്പ് നമുക്ക് അവർക്ക് ഫോണിൽ കൂടെ കാണാൻ പറ്റും നമ്മളെ ട്രാക്ക്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇന്നടക്ക് എത്തിയെന്ന്. ആ സ്പോട്ടിൽ നമ്മൾ പോയി നിൽക്കും, വണ്ടി ഓഫ് ചെയ്യണം, ആ സമയത്ത് അവർ അവിടെ വന്ന് നിൽക്കും. ചിലർ ഭയങ്കര ഇതാണ്. ചിലർ പോയി നിന്ന് കോളിംഗ് ബെല്ല് അടിച്ചുകൊണ്ട് അപ്പം തന്നെ ഇറങ്ങി വന്ന ടീം. ഇതേപോലെ കുറേ ടീമുകളുണ്ട്. ചിലർ എത്ര വിളിച്ചാലും വരൂല്ല, വിളിച്ചാൽ ഇപ്പം വരാം, അപ്പം വരാം, അവിടെ വാ, ഇവിടെ വാ, മറ്റവിടെ വാ, പുറത്തിറങ്ങൂല. ഇത്രയും ദൂരം നമ്മൾ കൊണ്ടു കൊടുക്കുന്നില്ല, ഒരു സർവീസ് ചെയ്യുന്നില്ല. ഇനി ഇതിനപ്പുറം വീട്ടിനകത്ത് അവരെ വായിക്കകത്തും കൂടി വെച്ചു കൊടുക്കണം. ഇതെന്താ ഇങ്ങനത്തെ ഒരു ആൾക്കാരെന്ന് പറയും. ഒരു മനുഷ്യത്വം. അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം എവിടെ നിന്നെങ്കിലും കിട്ടും, അത് വേറെ കാര്യം. നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം നമ്മൾ മനസ്സ് കെട്ടിട്ടാണ് ഇവർക്ക് ഡെലിവറി ചെയ്തിട്ട് തരുന്നത്. ഇതാണ് ചെയ്യുന്നത്. ഈ പൊരിഞ്ഞ വെയിലത്തും മഴയത്തും ഒക്കെ നമ്മൾ ചിലപ്പോൾ വിശന്ന് ഇതായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഇന്നലെ ഈ പറഞ്ഞ സമയത്ത് വിശന്നാണ് ഇരിക്കുന്നത്. നമ്മൾ പോയി വെയിലത്ത് നിൽക്കണം, ആ ചുട്ട വെയിലത്ത്. എന്നിട്ട് ഇവർക്കൊക്കെ ഇറങ്ങി വരാൻ ഭയങ്കരമാണ്. നിങ്ങൾ മിക്ക ഡെലിവറി പാർട്ട്നേഴ്സിനോട് ചോദിച്ചാലും അവർക്കും അറിയാം, അവർക്കും ഓരോ അനുഭവങ്ങൾ ഇപ്പോഴത്തെ കാണും. പ്രീവിയസ് വീഡിയോസിലും ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ പോയി കണ്ടാൽ അറിയാൻ പറ്റും, കമൻറ്റുകൾ വായിച്ച് നോക്കി അറിയാൻ പറ്റും. എല്ലാവർക്കും ഉണ്ട്, എല്ലാ ജില്ലകളിലും ഈ പരിപാടി ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇന്ന ജില്ലയിൽ നിന്ന് പോലുമില്ല, എല്ലായിടത്തും ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. 7 രൂപ സർജ്, 5 രൂപ സർജിനൊക്കെ വേണ്ടി നമ്മൾ ധൃതിയിലാണ് നമ്മൾ പോകുന്നത്. അതായത് നമുക്കത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇൻസെൻറ്റീവ് ആക്കാന്നുള്ള ഒരു ഇതിൽ. അതുകൊണ്ട് നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 5 രൂപ 10 രൂപ ആയാലും നമുക്ക് വലിയ വിഷയമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ പോയ ശേഷം നമുക്ക് കിട്ടുന്ന 1 രൂപയാണെങ്കിലും അതിന് വിലയുണ്ട്. അതുപോലെ ചില കസ്റ്റമർ ഇപ്പോൾ 251 രൂപയാണ് എക്സാമ്പിളിന്, അത് തന്നിട്ട് 250 തരും. നമുക്ക് കിട്ടുന്നത് 25 രൂപ. അതിൽ പെട്രോളും പോയി നമുക്ക് എന്തിനാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പോൾ പുതിയ സ്കീമാർക്ക് 15, അപ്പോൾ അത് പെട്രോൾ കഴിഞ്ഞ് എന്തിനാണ് കിട്ടുന്നത്? അതിന് ഈ മറ്റേ കോടീശ്വരന്മാരാണ്, പണക്കാരന്മാരാണ്, എന്നിട്ടാണ് തന്നെ കാണിക്കുന്നത്. എന്നാൽ ശരി, ഇവന് 250 വരെ ഇവന് 260 കൊടുക്കും, അല്ലെങ്കിൽ 55 കൊടുക്കും, അത് കൊടുക്കും. പിന്നെ ചിലതൊക്കെ ഉണ്ട്, ഈ 251 ആണെങ്കിൽ 4 രൂപയ്ക്ക് 3 രൂപയ്ക്ക് 2 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ടീമുകളുണ്ട്. അപ്പോൾ അങ്ങനെ പല ടീമുകളുണ്ട്. വലിയ വീടും കൊട്ടാരവും ഒക്കെ ആയിരിക്കും. അവരെത്ര വേണമെങ്കിലും തിന്ന് അവർ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളും 1000 രൂപ സാധനമായിരിക്കും. പക്ഷേ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് വേണം നിൽക്കുന്ന ടീമുകളുണ്ട്. ശരി, എന്നാൽ വെയിലത്തും മഴയത്തും പറഞ്ഞല്ലേ പോട്ട്, ഒരു 3 രൂപ 4 രൂപ പോട്ട്, അത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വരികയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊന്നും ഒരു എല്ലാവർക്കും വിഷയം. പക്ഷെ അവർ തരത്തില്ല. പക്ഷേ ഈ ഒട്ടും നിവൃത്തിയില്ലാതെ നമ്മൾ വല്ല കുഞ്ഞ് വീടോ അങ്ങനെയുള്ളവർ 20 30 എടുത്ത് തരുന്ന ടീമുകളുണ്ട്. പിന്നെ വലിയ വീട്ടിലും തരില്ലെന്നില്ല, ചിലർ തരും. പക്ഷെ അത് കുറവാണ്. കൂടുതലും മിഡിൽ ക്ലാസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും ടിപ്പുകാർ. അപ്പം അങ്ങനത്തെ ഇതാണ്. ചിലർ 2 സാധനം മറ്റലും ടിപ്പ് ചെയ്യും, ചിലർ ചാക്കാണെങ്കിൽ മറ്റലും ടിപ്പ് ചെയ്യില്ല. ചില അമ്മമാരാണെങ്കിൽ മാസക്കണക്കിനുള്ള സാധനം ഓർഡർ ചെയ്യും. അല്ലെങ്കിൽ അവർക്കൊരു മനുഷ്യത്വം വേണ്ടേ, ഇങ്ങനെ ഈ ഡെലിവറി ബോയ് കൊണ്ടുവരും എന്ന് വലിയ വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഈ ക്ലോത്ത് സ്റ്റാൻഡ്, ഇതൊക്കെ നമുക്ക് ബാക്കിൽ ഒരാൾ എന്നാലേ പിടിക്കാൻ പറ്റില്ല. നമ്മളെ വണ്ടിയിലൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പിന്നെ കസ്റ്റമറിൻ്റെ ബാർഗെയിൻ ചെയ്ത് പിന്നെ നമ്മൾ പോകണം. അത് എന്ത് ബുദ്ധിമുട്ടെന്നറിയാം. അത് ഭയങ്കര ബുദ്ധിമുട്ട്. അത് നമുക്ക് കിട്ടുന്ന അതേ ചാർജ്. അവർ ഓട്ടോയിലെ കൂടിപ്പോയാൽ അവർക്ക് ഓട്ടോയിലെ ചാർജ് തരും. അതിലും ഒരു രൂപ പോലും അവർ തരില്ല. 2-3 പേര് നമ്മളവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. പോയി തരത്തില്ല. ഞാൻ ചോദിച്ചു ടിപ്പ് പോലും കിട്ടി, എവിടെ ടിപ്പ് വരെ? അതുകൊണ്ട് അവരെ മുറ്റത്ത് വെച്ചു, മറ്റേ സിറ്റൗട്ട് വെച്ച് കൊടുത്താലേ അവർക്ക് എന്നിട്ടും പൈസ കൊടുക്കത്തില്ല. ചിലർ 1-2 ഐറ്റംസ് വാങ്ങിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞാൽ 100 രൂപ 200 രൂപയൊക്കെ കൊടുക്കുന്ന ടീമുകളുണ്ട്. 5.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോയി ഈ ഇടയ്ക്ക് ഒരു ഓർഡർ. എന്നിട്ട് അവിടെ പോയപ്പോൾ ആളുടെ ലൊക്കേഷൻ അതല്ല, ഒരു ഹിന്ദിക്കാരനാണ് ആ ലൊക്കേഷൻ. അവിടെ നിന്ന് 7 കിലോമീറ്റർ വരെ. ഞാൻ പോയത് 5.5 കിലോമീറ്റർ. എനിക്ക് അത് ദൂരം, നമുക്ക് അത്രയും റേഡിയസ് ഇല്ല. അപ്പോൾ വേറെ പോർട്ടിലെ സമരങ്ങൾ നടക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് ഓർഡർ അടിക്കാൻ തുടങ്ങിയിട്ട് 5 രൂപ 6 രൂപയാണ് കൂടുതൽ കാരണം ഇത്രയും കിലോമീറ്റർ ദൂരെ പോകണമെങ്കിൽ. 45 രൂപ ഓർഡർ ആയിരുന്നു. സർജ് എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ 45 രൂപ ഓർഡർ ആയിരുന്നു. എന്നിട്ട് ഞാൻ 5.5 കിലോമീറ്റർ പോയപ്പോൾ പറയണത് 7 കിലോമീറ്റർ മിനിയും വരെ ഞാൻ. അപ്പോൾ ഞാൻ 7 കിലോമീറ്റർ പോകണമെങ്കിൽ എന്നിട്ട് എക്സ്ട്രാ തരാം. എത്ര തരും? ഹിന്ദിക്കാർ. നമുക്ക് വല്ലതും വിശ്വസിക്കാൻ പറ്റും ഇവരെയൊക്കെ? എന്നിട്ട് അവസാനം സാധനം വാങ്ങിച്ചിട്ട് ബൾക്ക് 2 സാധനം, ഇത്ര സാധനങ്ങളുണ്ട് നിറച്ച്, കവർ നിറച്ച്.
പോയിട്ട് സാധനം പൈസ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുപോലെ നമുക്ക് ടൈം വേസ്റ്റ്. നമ്മൾ 7 കിലോമീറ്റർ, ഇത് ഏകദേശം 13 കിലോമീറ്റർ തിരിച്ച് വരണം പിന്നെ നമ്മളെ പോഡിലോട്ട്, എന്നാലും നമുക്ക് അവിടുത്തെ ഓർഡർ അടിക്കണം, നമുക്ക് ഇൻസെൻറ്റീവ് അടിക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 5-10 മിനിറ്റോളം സംസാരിച്ചു, പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യില്ല, എത്ര പറഞ്ഞാലും ക്യാൻസൽ ചെയ്യില്ല. എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഞാൻ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത്, അവർ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്ത്, അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല കസ്റ്റമർ കെയറിൽ, നിങ്ങളിത് ക്യാൻസൽ ചെയ്ത് തന്നു പറ്റും. പിന്നെ അത് വിളിച്ച് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുകൊടുത്താൽ എനിക്ക് കിട്ടിയത് 30 രൂപ. 45 രൂപ ഓർഡറാണ്, എനിക്ക് കിട്ടിയത് 30 രൂപ. എത്ര 3/4 മണിക്കൂറോളം എനിക്ക് പോയി. നമുക്കൊരു ക്യാൻസലേഷന് കിട്ടുന്ന സാധാ, ഇതിപ്പോൾ ഇത്രയും ദൂരം ആയതുകൊണ്ട് 5.5 കിലോമീറ്റർ ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന 10 രൂപയാണ്. ചിലപ്പോൾ 1 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ 5 രൂപയ്ക്കാണ് ഇവർ തരുന്നത്. എമൗണ്ടും വലുതായിട്ട് കുറച്ച്, ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും ഇല്ല. ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ പണ്ടൊക്കെ പോകുന്ന, ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു. ഫെസ്റ്റിവൽ ആണെങ്കിലും അല്ലാതെ ടൈമിലാണെങ്കിലും സർജുകൾ ഇഷ്ടം പോലെ ഇടുകയായിരുന്നു. ഇപ്പോൾ എമൗണ്ടും കുറച്ച്, ഇപ്പോൾ സർജും ഇല്ല, ഒന്നുമില്ല. എന്നിട്ടാണ് നമ്മൾ ഇത്രയും ടൈം, നമുക്കൊരു ക്യാൻസലേഷൻ വരുമ്പോൾ നമ്മൾ ഇത്രയും ടൈം, പൊതുവേ സാധാ ക്യാൻസലേഷൻ ആണെങ്കിൽ പോലും നമുക്കൊരു 1/2 മണിക്കൂർ എടുക്കും. ഇവർ പോയി നമ്മൾ സ്പോട്ടിൽ ഒരു 3 പ്രാവശ്യം വിളിക്കും, നമ്മൾ അവരെ ഫോൺ എടുക്കത്തില്ല. പിന്നെ കസ്റ്റമർ കെയർ ഒരു 6-7 പ്രാവശ്യമാണ് വിളിക്കുന്നത്. ഇവരെന്തിനാണ് ഈ ടൈമിൽ ഇത്രയും വിളിക്കണമെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ടും അവർ എടുക്കത്തില്ല. പക്ഷെ അവരിൽ നിന്ന് 1 രൂപ പോലും കട്ട് ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ ഇത്. അവരിൽ നിന്ന് പകുതി പൈസയെങ്കിലും കട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പകുതി പൈസേനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇവർ ചുമ്മാ ഓർഡർ ചെയ്യില്ല. ഇത് ചിലർ കസ്റ്റമർ ലൊക്കേഷൻ ചേഞ്ച് ആയിപ്പോയി എന്ന് പറയും, ചിലർ ഓഫർ നോക്കുമ്പോൾ, ഓർഡർ ചെയ്തിട്ട് ഓഫർ നോക്കുമ്പോൾ കൂടിപ്പോയി എന്ന് വെച്ചാൽ അങ്ങനെ മിണ്ടാതെ ഇരിക്കും. നമ്മൾ വിളിച്ച് ഫോൺ എടുക്കില്ല, കസ്റ്റമറെ വിളിച്ചാലും ഫോൺ എടുക്കില്ല. പക്ഷേ ഇതെല്ലാം ബാധിക്കും നമുക്കാണ്. സ്വിഗ്ഗിക്കും പ്രശ്നമില്ല, ഈ സാധനങ്ങളെല്ലാം റിട്ടേൺ പോവുകയാണ്. അപ്പോൾ അവർക്കും പ്രശ്നമില്ല, കസ്റ്റമറിനും കുഴപ്പമില്ല. അവർ ഇത്രയും ദൂരം പറഞ്ഞാണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി. ചിലർ മനഃപൂർവ്വമാണ് ചെയ്യുന്നത്, ഓർഡറും കൊടുത്തിട്ട്, അല്ലെങ്കിൽ ലൊക്കേഷൻ ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഓപ്ഷൻ, ഇപ്പോൾ 2 അഡ്രസ്സാണ് അവർ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അവർക്ക് 2 അഡ്രസ്സിൻ്റെ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അവർക്ക് അത് സെലക്ട് ചെയ്ത് കൊടുത്തുകൂടെ അവർക്ക്? അവിടെ പോകുമ്പോഴാണ് ഈ പറഞ്ഞ ഹിന്ദിക്കാരനും അറിയാമത്, അവിടെ എല്ലാ ലൊക്കേഷനും, അയാളുടെ ലൊക്കേഷനിലോട്ട് ഈ ഓർഡർ പോകത്തില്ല. ലൊക്കേഷൻ തെറ്റാണ്, ആദ്യമേ പറയുന്നുണ്ട്, എൻ്റെ ലൊക്കേഷനിലോട്ട് വരില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്ത് അത്രയും ദൂരം ബ്ലോക്കിൽ താണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇത്രയും 5.5 കിലോമീറ്റർ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം ബ്ലോക്കാണ്. നമ്മൾ അപ്പോൾ ക്യാൻസൽ ചെയ്ത് തിരിച്ചു വരണം. അപ്പോൾ എത്ര ടൈമാണ് നമുക്ക്? ഏകദേശം 3/4 മണിക്കൂർ, 1 മണിക്കൂറോളം എനിക്ക് പോയി. ഇയാളുടെ അടുത്തുള്ള സംസാരവും കസ്റ്റമർ കെയറിലുള്ള സംസാരവും എല്ലാം കൂടി തന്നെ എത്ര ടൈം പോയെന്നറിയാം. എന്തിനാണ് ഈ ആൾക്കാർ, എന്തിനാണ് സ്വിഗ്ഗി ഇത്രയും ഫേവർ ചെയ്യുന്നത്? കസ്റ്റമർ ഇസ് ദ കിങ്, കസ്റ്റമർ കിങ്ങൊക്കെ തന്നെ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ വലിച്ച കസ്റ്റമറും വെച്ചിട്ട് എന്തിനാണ് ഇവർ കാണിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനേ പറ്റുള്ളൂ. ഡെലിവറി പാർട്ട്നേഴ്സിന് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നമ്മൾ ദൂരെ പോയി, നമ്മളിങ്ങനെ ആയി ക്യാൻസലായി നമ്മൾ നഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇവർ ഓരോ ഐറ്റം, അന്ന് 23 ഐറ്റമാണ് കൊണ്ടുവരും. ഓരോ ഐറ്റം എടുത്ത് ഇവർ സ്കാൻ ചെയ്യണം, കോഡിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ സ്കാൻ ചെയ്ത് ഇവർ പോയ സമയത്ത് ആളില്ല, ഏസമാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വേറെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്ന് ഓരോ കുറേ നേരം നിന്നിട്ടാണ് ഓരോ വന്ന് ഇങ്ങനെ 23 ഐറ്റം സ്കാൻ ചെയ്തിട്ടാണ് നമുക്കൊരു കോഡ് കിട്ടുള്ളൂ. കോഡ് കിട്ടി ഇത് ചെയ്ത് അടുത്ത ഓർഡർ കിട്ടുന്നത്. എന്തുമാത്രം ഡിലേ ആണ് നമുക്ക് പറയാനറിയാം. നമ്മളെ നഷ്ടം നമ്മൾ ആരും പറയും. പ്രത്യേകിച്ച് നമുക്ക് ഒരു പരാതി പറയാൻ ആരുമില്ല, നോക്കാനൊന്നും ആരുമില്ല. നമ്മളെന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു 5 മിനിറ്റ് ഡിലേ കഴിഞ്ഞാൽ അപ്പോൾ കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വരും. എവിടെ പോയി, എന്ത് പോയി, ഏത് പോയി. അതുപോലെ ഒരു സാധനം കൊണ്ട് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അയ്യോ സാധനം അവിടെ ഇല്ലല്ലോ, എപ്പോൾ പോയി എന്ന് ചോദിക്കും. നമ്മളവിടെ ആയിരിക്കും വെച്ചിരിക്കുന്നത്, അവർ നോക്കാത്ത നമ്മളെ കുഴപ്പമാണോ? എന്നിട്ട് പറയും, അയ്യോ അവിടെ ഇരുന്ന് കേട്ടോ, എന്താ കസ്റ്റമർ എന്ന് വിചാരിക്കും നമ്മൾ അടിച്ചുകൊണ്ട് പോയെന്ന്. നമുക്കെന്തെങ്കിലും ഇങ്ങനെ സാധനം നമ്മളവിടെ കൊണ്ട് വെക്കുക, നമ്മൾ ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ വീഡിയോ എടുക്കും. അത് നമ്മൾ ഫോൺ ചെയ്താലും തുറക്കൂല. അകത്ത് നമുക്കറിയാം, നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ പോയി കോൾ ചെയ്യുമ്പോൾ അകത്ത് റിങ് കേൾക്കാവുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഫോൺ എടുക്കത്തില്ല, കുറേ നേരമായിട്ട് അടിക്കും. ചിലത് കുറേ നേരം റിങ് അടിച്ചിട്ട് ആ ഫോണും കൊണ്ട് ഫ്രണ്ടിലോട്ട് വരും. ആ റിങ് പോയിക്കൊണ്ടിരിക്കാൻ, എന്നാലും എടുത്ത് സംസാരിക്കില്ല. അങ്ങനത്തെ കുറേ എണ്ണമുണ്ട്. മനുഷ്യൻ്റെ സമയങ്ങളെ എന്തിനു പറയും. നമ്മളൊരു ഓർഡർ കൊടുത്തിട്ട് അടുത്ത് തിരിച്ച് വരണം നമുക്ക്. അതെല്ലാം നമുക്ക് ഒരു ടൈമിംഗ് ഉണ്ട്, ഇത്ര ടൈമിനുള്ളിൽ തിരിച്ചു വന്നാൽ നമുക്ക് ഓർഡർ പെട്ടെന്ന് അടിക്കുകയുള്ളൂ. ഇത് നമ്മളവിടെ പോയി ഇത്രയും ടൈം, അതാണ് നമ്മൾ മനുഷ്യത്വം കാണിക്കുമ്പോൾ ഇവരെ തിരിച്ച് കാണിക്കാത്തില്ല. ടൈമാണ് എന്താ, ചിലരൊക്കെ പോയിട്ട് പെട്ടെന്ന് കൊണ്ട് സാധനം വിളിച്ചിട്ട് ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് അവരങ്ങ് അടുത്ത ഓർഡർ എടുക്കാൻ വരും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഓർഡർ അടിക്കും. നമ്മൾ ഈ മറ്റേ മനുഷ്യത്വം കാണിച്ച് ഇങ്ങനെ അവർ വരണവരെയും കാത്തു നിന്ന് അവരെ കയ്യിലും കൊടുത്ത്, ചിലപ്പോൾ ചിലയിടത്ത് പോകുമ്പോൾ ഫ്ലോട്ടിങ് ക്യാഷ് തപ്പാൻ പോകണം. ചിലപ്പോൾ ചിലർ കാശ് വെച്ചിരിക്കും, ബാക്കി ചില്ലറ കാണില്ല, പോയി അപ്പോൾ തപ്പിയിട്ട് വരും. ഇതുണ്ടാന്ന് ചോദിച്ചു. ചിലപ്പോൾ ഗൂഗിൾ പേയും കാണില്ല, അവർക്ക് അയച്ചു പോയി. നമ്മളെ കയ്യിലും ക്യാഷ് കാണില്ല. നമ്മൾ ഈ രാവിലെ ഓർഡർ പോകുമ്പോൾ നമുക്ക് എവിടെയാണ് ക്യാഷ് ഇരിക്കുന്നത്, ചില സമയം നമ്മളെ കയ്യിലും ഓർഡർ കാണില്ല. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ചിലരുണ്ട്, നമ്മളതിന് പൈസ തന്നിട്ട് നമ്മളടുത്ത് പോയി ചേഞ്ച് മാറ്റിക്കൊണ്ട് വരാൻ പറയും. അങ്ങനത്തെ ടീമുകളുണ്ട്. അതായത് നമ്മൾ കടയിൽ പോയി മാറ്റിക്കൊണ്ട് വരണം, അവർ കടയിൽ പോയി മാറ്റില്ല, നമ്മൾ പോയി മാറ്റി അവർക്ക് ബാക്കി പൈസ തിരിച്ചു കൊടുക്കണം. ഓരോ ദിവസം ഓരോ ചലഞ്ചാണ്. പുതിയ വണ്ടി എടുത്ത് ഓടി നമ്മൾ വിചാരിക്കും പണിയൊന്നും വരില്ലെന്ന്. എത്ര വണ്ടിക്ക് പണിയെടുത്തെന്ന് പറയും. ഈ ഇടയ്ക്ക് ഓടി 4000 രൂപ പണിയായി. ആ ക്ലച്ചും അത് ഇതൊക്കെ പോയി, നമ്മളെ ഷോക്ക് അബ്സർവർ അത് കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ ചോയ്സ്
നമ്മൾ അത്രമാത്രം എന്ന് വെച്ചാൽ ഫുള്ള് കട്ടറും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡാമേജ് ആവും. ഇപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത് മാത്രമല്ല, നമ്മൾ വണ്ടീനും കൂടി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഫോണും വണ്ടിയാണ് നമ്മളുടെ മെയിൻ ഇത്. വണ്ടിയായാലും അങ്ങനെ തന്നെ. മഴ സമയത്ത് എന്തെങ്കിലും നമ്മൾ ഓവർ വെള്ളത്തിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചർ കാര്യങ്ങൾ പലതും നടക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കാണുമ്പോൾ നിസ്സാരം, അവർ ഡെലിവറി ജോബിൽ ആ പയ്യാൻ തരും, അവിടെ നിന്ന് എടുക്കുന്നു, സാധനം ഇവിടെ കൊണ്ടുവന്ന് തരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒറ്റം വരെയും വെള്ളം കെട്ടി കിടക്കും ചില റോഡിലൊക്കെ പോയി, ഇട റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് അറിയത്തില്ല അവിടെ കട്ടറുണ്ടോ എന്തിനാണെന്നൊന്നും. ചിലപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നടന്നു പോകേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ ആരുടെയും ചോദിച്ച് സൈഡിൽ കൂടെ പോകേണ്ടി വരും. വണ്ടി പണി വരണം നമുക്കാണ്. അതാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ 35,000 ഉണ്ടാക്കുന്നു, 50,000 ഉണ്ടാക്കുന്നു എന്ന് ആൾക്കാർ പറയുന്നത്. നമ്മൾ ഡീസൻ്റ് ആയിട്ട് ഒരു എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല. പക്ഷെ പെട്രോളിന് തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ ആണെങ്കിൽ ലോങ് അടിക്കുമ്പോൾ നമുക്ക് 270 പെട്രോൾ അടിച്ചാൽ പോലും അത്രയും നിൽക്കില്ല, നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. ഇന്നലെ തന്നെ ഞാൻ എക്സ്ട്രാ അടിച്ചിട്ടാണ് നമ്മൾ ഓടിയത്, ഇൻസെൻറ്റീവ് ആക്കാൻ തന്നെ. അതുപോലെ നമുക്ക് ഈ വണ്ടി പണി പറഞ്ഞത് ഇതൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് ആണ്. ഇതൊക്കെ അതിൽ നിന്ന് ആ 35,000 36,000 നമുക്ക് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത്. പിന്നെ ചിലരുണ്ട് കോളേജിൽ പഠിക്കുന്ന പയ്യന്മാർ വന്ന് അവർ 3 ദിവസം ഓടി അവർ പോക്കറ്റ് മണി ഉണ്ടാക്കിയിട്ട് അവരങ്ങ് പോകും. അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ ഫ്ലോട്ടിംഗ് ക്യാഷ് കൊണ്ട്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് ക്യാഷിൻ്റെ എമൗണ്ടും കുറച്ചത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടി ഇപ്പോൾ അതിനെക്കാട്ടി എമൗണ്ട് കുറച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2,500 രൂപയാണ് പറഞ്ഞത്. ഇപ്പോൾ 1,900 സംതിങ്, 1,700 എത്രയായി. ഇവർ മാക്സിമം അവരെ കയ്യിൽ എമൗണ്ട് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഫ്ലോട്ടിംഗ് ക്യാഷ് ഇങ്ങനെ കുറച്ച് വയ്ക്കും. പണ്ട് 5,000 കിട്ടുന്നുണ്ട്, നമുക്ക് 6,500 വരെയൊക്കെ കിട്ടുമായിരുന്നു, കയ്യിൽ വെക്കാം, റോൾ ചെയ്യാം. അപ്പോൾ ഇവർക്ക് എമൗണ്ട് പോകില്ല, ക്രമേണ ഓടിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എമൗണ്ട് കുറച്ചപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഇന്ന് നമ്മൾ 1,000 രൂപയ്ക്ക് വേണമെങ്കിൽ 1,000 രൂപ കാശ് അവരൊക്കെ പോകില്ല, ഒരു അക്കൗണ്ടിൽ അയക്കേണ്ട ആവശ്യമില്ല, അവരിപ്പോൾ റോൾ ചെയ്ത് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ജോലി ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ബോസോ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് എപ്പോഴെങ്കിലും പോകാം, നമുക്ക് ചെയ്യാം. ഇത് പിന്നെ ഫ്ലോട്ടിംഗ് ക്യാഷ് ഒന്ന് റോൾ ചെയ്യാം. ഈ 2 കാര്യത്തിനാണ് ആൾക്കാർ ഈ മെയിൻ ഈ ജോലിക്ക് നിൽക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് കളഞ്ഞിട്ട് വേറെ പോകുന്നു വെച്ചാൽ ഈ വണ്ടിയും പെട്രോളും ഇതെല്ലാം പോയി കഴിഞ്ഞാൽ എന്തിരിക്കുന്നു. പിന്നെ ഇലക്ട്രിക് വണ്ടി ഓടുന്നവർക്ക് കുഴപ്പമില്ല. ഇപ്പം അടുത്തൊക്കെ വീടുള്ള ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ പോയി ചാർജ് ചെയ്ത് അങ്ങനെ ഓടുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഒരു ദിവസം നമുക്ക് ഇത്ര മിനിമം കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില ചോദിക്കാൻ നമുക്ക് ഒരു ദിവസം എത്ര കിട്ടും. ഇപ്പം നമുക്ക് 30 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 1,250 രൂപ കിട്ടും. ഇപ്പം അല്ലാത്തവരാണെങ്കിലും പുതിയ സ്കീം പ്രകാരമാണെങ്കിലും അവർക്ക് ഒരു 39 ഓർഡർ എടുക്കുമ്പോൾ ഒരു 1,700 1,800 രൂപ കിട്ടും. പിന്നെ അവരുടെ പെട്രോൾ പോവും, ഇത് പോവും, ഫുഡ് പോവും. പിന്നെ അവർക്ക് ടൈമിങ് കുറച്ച് കൂടുതലായിരിക്കും. അവർ രാവിലെ 7 മണിക്ക് വന്നു, രാത്രി 7 മണി വരെ ഓടിയാലായിരിക്കും അവർക്ക് കിട്ടുമ്പോൾ 12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. നമുക്കൊരു 8 മണിക്കൂറൊക്കെ ആകുമ്പോൾ നല്ല ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥയൊക്കെ തന്നെ ഇൻസെൻറ്റീവ് അടിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. നമുക്ക് 30 ഓർഡർ എടുക്കാനൊന്നും നടക്കാത്ത കാര്യം. ഇപ്പൊ കുറേ ദിവസം കൊണ്ട് ഓർഡർ ഭയങ്കര ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ ലോങ് അടിയും അതേപോലെ പുതിയ പുതിയ ആൾക്കാരെ എടുക്കുക. ഇപ്പൊ ഇന്ന് ആൾക്കാർ പുതിയ ആൾക്കാർ ഓർഡർ പോയിട്ട് ഓർഡർ ചെയ്യും, പിന്നെ പകുതിയിൽ നിർത്തി വരേണ്ടി വരും. ഓർഡറില്ല എന്താ ചെയ്യും, ഇത്ര മണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കും. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിന്നിട്ടൊക്കെയാണ് ഓർഡർ. നമ്മൾ പോയാൽ പോലും പൊതുവേ രാവിലെ പോയ ഓർഡർ അടിക്കും. ഇന്ന് രാവിലെ പോയിട്ട് പോലും ഓർഡർ ഇല്ല, ഭയങ്കരമായിട്ട് ശോകം വരെ. അതാണ് ഇവര് പുതിയ ഓരോ പോർട്ടലിലോട്ട് പുതിയ ആൾക്കാരെ കൊടുക്കും. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇറങ്ങും, ഒരു സൈഡിൽ കൂടെ കയറും ആൾക്കാർ. അപ്പോൾ ജോയിനിങ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറും. അവന് ജോയിനിങ് ഫീ അങ്ങനത്തൊക്കെ കിട്ടുന്നുണ്ട് ഇവർക്ക്. പിന്നെ ഇവരെ നിന്ന് പിടിക്കുന്നുമുണ്ട്. ചിലർക്ക് ഇവരെ നിന്ന് 2-3 ഗഡുവായിട്ട് പിടിക്കുമ്പോൾ തന്നെ അവരങ്ങ് നിർത്തിപ്പോകും. 1,000 സംതിങ് എത്ര രൂപ ഇവരെ നിന്ന് പിടിക്കുന്നുണ്ട്. പിന്നെ ബാഗ് ടീഷർട്ട് അങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ പറയാകുമ്പോൾ ചിലർ നിർത്തി അങ്ങ് പോകും. പ്രീവിയസ് വീഡിയോസിലൊക്കെ ഓരോരുത്തർ മെസ്സേജ് ചെയ്യും, ചേട്ടാ ഇതെന്ത് ചെയ്യണം. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എത്ര 2 മാസമോ 1.5 മാസം 2 മാസത്തിനുള്ളിൽ തിരിച്ച് റീഫണ്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഡാമേജ് ചെയ്യുകയോ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിരിക്കുക, അത് ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഇത് വരുന്നത്, അവർ ക്രൈറ്റീരിയ. അപ്പം ഇപ്പോഴത്തെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ പെർമനൻ്റ്ലി ലീവ് ചെയ്താൽ, സ്വിഗ്ഗിയിൽ നിന്ന് പെർമനൻ്റ്ലി ലീവ് ചെയ്യണമെങ്കിൽ 40 ഡേയ്സോ 60 ഡേയ്സിനുള്ളിൽ നമ്മൾ ക്രെഡിറ്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പം അടുത്ത് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അവർക്ക് കൂടുതലും. അഞ്ച് ദിവസം പല രീതിയിലും. ഇപ്പം ഇന്ന് പോകുന്ന ആൾക്കായിരിക്കും ഇന്ന് ചിലപ്പോൾ നല്ല ഓർഡർ കാണും, നാളെ പോകുമ്പോൾ ഓർഡറേ കാണില്ല. ഇപ്പോൾ ഇതിന് ഒരു പെർമനന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ദിവസം പോകുമ്പോൾ നമുക്ക് ഫുള്ള് അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇറങ്ങിയതായിരിക്കും. ലോങ് പോയി നമ്മൾ മടുക്കും, കുറേ ക്ഷീണിക്കും. പിന്നെ ഇങ്ങനത്തെ കുറേ മൊണ്ടി കസ്റ്റമർ ഉണ്ടെങ്കിൽ പിന്നെ അന്ന് ദിവസത്തിൽ പോക്കാണ്, അത് വേറെ കാര്യം. ചില ദിവസങ്ങൾ നല്ല കസ്റ്റമർ ആയിരിക്കും, നല്ല കാര്യങ്ങളായിരിക്കും, നമുക്ക് എക്സ്ട്രാ ടിപ്പും കിട്ടും, നല്ല ടിപ്പ്. ചില സമയത്ത് ഒരു 5 രൂപ പോലും ടിപ്പ് കിട്ടില്ല. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് വേണം ജോയിൻ ചെയ്യാൻ. ചിലർ ചാടി കയറി ജോയിൻ ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ ഓൺ ബോർഡിങ് ഫീ പിടിക്കുമ്പോൾ അവരങ്ങ് ഇട്ടിട്ട് പോകും. ചിലർ കുറച്ച് ദിവസം ഓടിയിട്ട് പിന്നെ അങ്ങ് നിർത്തും. ഈ പെർമനൻ്റ്ലി നമ്മൾ ജീവിക്കാൻ വേണ്ടി വരുന്നവർ മാത്രമേ ഉള്ളൂ കുറച്ച് സ്ഥിരമായിട്ട് ഓടുന്നത്. ബാക്കിയെല്ലാം ഇതേപോലെ വന്നും പോയി ഇരിക്കും. അതാണ് ഈ ജോലിയുടെ ഒരു ഇത്.
ഇതിൽ നിന്ന് വലിയ കാശോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫ് തട്ടിമുട്ടി ഇങ്ങനെ പോകാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പല ഷിഫ്റ്റും ഉണ്ട്. അപ്പൊ പല ഷിഫ്റ്റിലും പല ആൾക്കാർ, ഇപ്പൊ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റിലൊക്കെ ഓടുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇതിന് കണക്ക് അവരുടെ സമയത്തിന് കണക്കാക്കിയാണ് ഓടാന്നുള്ളതേ ഉള്ളൂ. നേരത്തെ ബുക്ക് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. സ്വിഗ്ഗിയിൽ, സൊമാറ്റോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം. ഇത് സ്വിഗ്ഗിയിൽ അങ്ങനെയല്ല. അത് കാരണം എപ്പോഴാണ് ആൾക്കാർ കൂടുന്നത്, എപ്പോഴാണ് ആൾക്കാർ കുറഞ്ഞു പറഞ്ഞതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏകദേശം 3 കൊല്ലം ആകാൻ പോകുന്നു ഇൻസ്റ്റാമാർട്ടിൽ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നല്ലതായിട്ടുള്ള ചീത്തയായിട്ടുള്ള എക്സ്പീരിയൻസ്. വേറെ സ്വിഗ്ഗി ഡെലിവറി പാർട്ട്നേഴ്സിന് ഇതേപോലെ അനുഭവങ്ങൾ കാണും. ഈ വീഡിയോ കണ്ടിട്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേറെയും 4-5 വീഡിയോ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗിയെ കുറിച്ച്. അപ്പോൾ അതൊന്ന് പോയി കാണുക. നിങ്ങളെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.